സംഖ്യയുടെ പുസ്തകം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ജനസംഖ്യ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20-ഉം അതിനുമേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടി കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്: റൂബനിൽ നിന്ന് ഷെദയൂറിൻ്റെ പുത്രൻ എലിസൂർ, ഷിമയോനിൽ നിന്ന് സുരിഷദായിയുടെ പുത്രൻ ഷെലുമിയേൽ, യൂദായിൽ നിന്ന് അമിനാദാബിൻ്റെ പുത്രൻ നഹ്ശോൻ, ഇസാക്കറിൽ നിന്ന് സൂവാറിൻ്റെ പുത്രൻ നെത്താനേൽ, സെബുലൂണിൽ നിന്ന് ഹേലോനിൻ്റെ പുത്രൻ എലിയാബ്, ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മിഹൂദിൻ്റെ പുത്രൻ എലിഷാമ, പെദഹ്സൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിനിൽ നിന്ന് ഗിദെയോനിൻ്റെ പുത്രൻ അബിദാൻ, ദാനിൽ നിന്ന് അമ്മിഷദ്ദായിയുടെ പുത്രൻ അഹിയേസർ, ആഷറിൽ നിന്ന് ഒക്രാൻ്റെ പുത്രൻ പഗിയേൽ, ഗാദിൽ നിന്ന് റവുവേലിൻ്റെ പുത്രൻ എലിയാസാഫ്, അഫ്താലിയിൽ നിന്ന് ഏദാനിൻ്റെ പുത്രൻ അഹിറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20-ഉം അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 46,500. ഷിമയോൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 59,300. ഗാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിന്മേലും വയസ്സുള്ള യുദ്ധശേഷിയുള്ളവർ 45,650. കർത്താവിൻ്റെ വചനം.